നമസ്കാരം. SV ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വിഷയത്തിലേക്ക് വരാം. മുഖ്യമന്ത്രി ഇവിടുത്തെ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. നമുക്കറിയാം, വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ആ ഒരു പദ്ധതി വളരെ സക്സസ്ഫുള്ളായിരുന്നു, ലോകോത്തര നിലവാരമുള്ളത് തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അബിൻ വർക്കി പോലെയുള്ള ചില നേതാക്കന്മാർ, ചില ചോട്ട തുക്കട നേതാക്കന്മാർ എന്ന് തന്നെ പറയേണ്ടി വരും. ഈ തുക്കട നേതാക്കന്മാരൊക്കെ ഇതിനകത്ത് എവിടെയൊക്കെയോ ചില പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും കോടിക്കണക്കിന് രൂപ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത സൊസൈറ്റി ലേബർ സൊസൈറ്റി ഇതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടത്തിയിട്ടുണ്ട്, ഊരാളെങ്കിലേ അവർ ഭയങ്കരമായ തോതിൽ പണം അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ ആയിട്ട് അബിൻ വർക്കി അടക്കമുള്ള ചില ഊത്തന്മാർ ഈ കേരളത്തിൻ്റെ കളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് വൃത്തികെട്ട ആരോപണങ്ങളാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നുണ്ട്, ഈ ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സർവകക്ഷി യോഗം തന്നെയാണ് വിളിച്ചത്. സർവകക്ഷി യോഗം എന്ന് പറയുന്നത് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, എങ്ങനെയാണ് ശരിക്കും ഈ പറയുന്ന വയനാട്ടിലുള്ള ആൾക്കാരെ പുനരധിവസിപ്പിക്കേണ്ടത് എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട അജണ്ട. അങ്ങനെ ഒരു ചർച്ച ഉരുത്തിരിഞ്ഞു വരുന്നു. അപ്പോൾ ആ ചർച്ച ഉരുത്തിരിഞ്ഞ് വരുന്നപ്പോൾ ആ വയനാടുകാരുടെ ഒരു കൃത്യമായ ഒരു ബോധം ഉണ്ടാവണം. അതായത് വീട് വെച്ചു കൊടുക്കേണ്ടത് അവിടെ വീട് നഷ്ടപ്പെട്ട ഒരു കൂട്ടം ആളുകൾക്കാണ്. ആ ആളുകൾക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പറയാനുള്ള ഒരു അധികാരം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ വീട് തരേണ്ടത് എന്ന് തുറന്നു പറയാനുള്ള ഒരു അധികാരം എപ്പോഴും അവർക്കുണ്ടായിരിക്കും. ഇത് ജനാധിപത്യ ക്രമമാണല്ലോ. അപ്പോൾ അല്ലാതെ നമ്മൾ അടിച്ചേൽപ്പിക്കലുകളാകാൻ പാടില്ല. അവിടെയുള്ള ആൾക്കാരെ അവരുടെ മുകളിലേക്ക് ഞങ്ങൾ കുറേ വീട് വെച്ച് തരും, നിങ്ങൾ അവിടെ പോയി താമസിച്ചുകൊള്ളണം എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നടപ്പുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അവിടെയുള്ള ആളുകളോട് ചോദിച്ചു. അപ്പോൾ അവിടെയുള്ള ആളുകൾ വളരെ കൃത്യമായി മറുപടി പറഞ്ഞത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു സൗകര്യമാണ് സർക്കാർ ഒരുക്കി തരേണ്ടത് എന്നാണ് അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതായിരുന്നു പിന്നീട് സർക്കാരിൻ്റെ ചിന്ത. അങ്ങനെ വന്നപ്പോഴാണ് ഒരു ടൗൺഷിപ്പ് തന്നെ ആകാം എന്നുള്ള രീതിയിലേക്ക് വന്നത്. ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന പോലെ കുറേയധികം വീടുകൾ, ആ വീടുകൾക്കപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആശുപത്രിയുടെ, അതായത് പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടാകണം, അംഗൻവാടികൾ ഉണ്ടാകണം, അവിടെ അവർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും, ഒരു പ്രദേശത്ത് ആവശ്യമുള്ള ബാങ്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പ്രവർത്തിക്കത്തക്ക രീതിയിൽ ഉള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കണം. അതോടൊപ്പം തന്നെ ജലസേചനം, ഡ്രെയിനേജ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ടൗൺഷിപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകോത്തര നിലവാരത്തിലുള്ള ഒന്നായി മാറുന്നത്. കുട്ടികൾ കളിക്കാനുള്ള ഇടം വരെ അവിടെ ഉണ്ടാകണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. ഇതനുസരിച്ചിട്ടാണ് അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെയൊരു സൗകര്യം സർക്കാർ ഒരുക്കി കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പറയുന്ന വീട് നൽകാൻ തയ്യാറായിട്ടുള്ള ആളുകൾ, പല സംഘടനകളുണ്ടായിരുന്നു. ആ സംഘടനകളെയും പ്രതിപക്ഷത്തെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഒരു തീരുമാനമെടുത്തത്. അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ പിൻബലത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് തന്നെ പറഞ്ഞു, ഒരു വീട് നിർമ്മിക്കുന്നതിന് ഏകദേശം 20 ലക്ഷത്തിലധികം രൂപ ചെലവ് വരും എന്നുള്ള കാര്യം സർക്കാർ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തുക വെച്ചത് എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ ഇപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അവരിപ്പോൾ വെച്ചിരിക്കുന്ന ടൗൺഷിപ്പിൽ വെച്ചിരിക്കുന്ന വീടുകൾക്ക് ഒരു ഭൂകമ്പത്തെ പോലും പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ള തരത്തിലുള്ള ഒരു സ്ട്രക്ചറിങ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ കൃത്യമായി അതിൻ്റെ വാർപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പില്ലറുകൾ ഉൾപ്പെടെ ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തുക അവിടെ ചിലവാകും എന്നുള്ളതാണ്. അപ്പോൾ 20 ലക്ഷം രൂപയാണ് ഒരു വീടിന് ചിലവിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത്ര വീടിലധികം തരാൻ താല്പര്യമുള്ളവരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. എന്നാൽ ഇതിൽ നിന്നും ക്രമേണ ഇതിൽ നിന്നും പിന്മാറിയത് ലീഗാണ്. മുസ്ലിം ലീഗ് പിന്മാറി. കാര്യം, സർക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഭവന സമുച്ചയ നിർമ്മാണത്തിലേക്ക് ഞങ്ങൾ പോകാൻ തയ്യാറല്ല എന്നുള്ള തരത്തിൽ മുസ്ലിം ലീഗ് അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഞങ്ങളുടേതായ നിലയ്ക്ക് വീടുകൾ നിർമ്മിച്ച് നൽകിക്കോളാം എന്നൊരു അവകാശവാദം അവർ ഉന്നയിക്കുകയും മാറി നിൽക്കുകയും ചെയ്തു. എന്തായിരുന്നാലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന വയനാട്ടിൽ വെക്കാൻ ഉദ്ദേശിച്ച വീട് വളരെ ഭംഗിയായി അവർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരുപക്ഷെ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ ബലത്തിൻ്റെ ഒരു പ്രധാന കാരണമായി, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു തെളിവായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അവർ 1ാം ഘട്ട വീട് നിർമ്മാണം പൂർത്തിയാക്കി അവർ ആൾക്കാർ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ മുസ്ലിം ലീഗുകാർ പിന്മാറി, തൊട്ട് പിന്നാലെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും പിന്മാറി. അപ്പോൾ ഇതിൽ പങ്കെടുത്ത 2 പേരായിരുന്നു VD സതീശനും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ ഉപനേതാവും VD സതീശൻ പ്രതിപക്ഷ നേതാവുമാണ്. അപ്പോൾ ഇവർ 2 പേരും അതിനകത്ത് പങ്കെടുത്തിരുന്നു. പതുക്കെ ഇവർ 2 പേരും ബാക്കൗട്ട് ചെയ്തു. ഇവർ 2 പേരും പിന്നിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ടാണ് പിന്നീട് ഇവരുടേതായ നിലയ്ക്ക് വീട് നിർമ്മാണത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് വയനാട്ടിലേക്ക് മുസ്ലിം ലീഗിൻ്റെ വീടുകളും വന്നു, സർക്കാരിൻ്റെ വീടുകളും വന്നു.
പക്ഷേ ഇതിൽ ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് പണം പിരിച്ചുകൊള്ളാം, അതായത് ഈ CMDRFിലേക്ക് പണം നിക്ഷേപിക്കാൻ തുടങ്ങിയ രമേശ് ചെന്നിത്തലയെ തടഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല നടത്തിയ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ആ അഭിപ്രായ പ്രകടനത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് അന്നത്തെ KPCC അധ്യക്ഷനായിരുന്ന K. സുധാകരൻ പറഞ്ഞ് ഇപ്പോഴും നമ്മുടെ കാതുകളിലുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സംവിധാനമുണ്ട് പണം പിരിക്കുന്നതിന് വേണ്ടിയിട്ട്, പണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലേക്കല്ലേ പോകേണ്ടത് എന്ന് തീർച്ചയായിട്ടും സുധാകരൻ പറഞ്ഞിരുന്നു. അങ്ങനെ ആ തുക ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഒരു വലിയ ചോദ്യമാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം T. സിദ്ദീഖിനെ പോലെ ഒരു നേതാവ്, T. സിദ്ദീഖ് വളരെ ഭംഗിയോടുകൂടി പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോൾ വീട് വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിയുമ്പോഴേക്ക് ഞങ്ങൾക്ക് വീടിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കാം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നിൽക്കുന്നത് ഈ പറയുന്ന മാർച്ച് മാസത്തിലാണെങ്കിൽ ഏകദേശം ഒരു 6 മാസം കൂടെ ഒക്കെ കഴിയുമ്പോഴേക്ക്, സെപ്റ്റംബറൊക്കെ ആയി കഴിയുമ്പോഴേക്ക് അവർക്ക് വീട് നിർമ്മാണം ആരംഭിക്കാം എന്നാണ് പറയുന്നത്, അടുത്ത ഓണക്കാലമൊക്കെ ആകുമ്പോഴേക്ക്. അപ്പോൾ തന്നെ എത്ര വർഷം കഴിഞ്ഞു, അവിടെ ജൂലൈ 31 ആകുമ്പോൾ അടുത്തൊരു വർഷം കൂടി ആവുകയാണ് അവിടുത്തെ ഈ ഒരു ദുരന്തം നേരിട്ടതിന് ശേഷം. എന്നാൽ നമുക്ക് ഇപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, അവിടെ ഈ കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന തരത്തിൽ വീട് നിർമ്മാണം പൂർത്തിയാക്കണമെങ്കിൽ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഫണ്ടിൻ്റെ 6-7 ഇരട്ടി തുക ചെലവാക്കിയാലേ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, എവിടെയാണ് കോൺഗ്രസിൻ്റെ ഫണ്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ്. എവിടെയാണ് കോൺഗ്രസിൻ്റെ ഫണ്ട്? അപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഫണ്ട് എത്രയാണ് എന്നുള്ള കാര്യവും എന്തുകൊണ്ടാണ് ഈ നേതാക്കന്മാർക്ക് പറയാൻ കഴിയാതെ പോകുന്നത്? ഈ കണക്കുകൾ പറയേണ്ടത് അക്ഷരാർത്ഥത്തിൽ KPCC അധ്യക്ഷനായ സണ്ണി വക്കീലാണ്. അത് വേറൊരു കാര്യം. ഈ സണ്ണി വക്കീൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചപ്പോൾ വെറുതെ റാൻഡമായിട്ടെങ്കിലും ഒരു ഫിഗർ എപ്പോഴെങ്കിലും പറഞ്ഞതായി നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇത്ര കോടിയോളം എന്നെങ്കിലും പറയുന്ന ഒരു തുകയെക്കുറിച്ച് എപ്പോഴെങ്കിലും ഈ സണ്ണി വക്കീൽ സൂചിപ്പിച്ചിട്ടുണ്ടോ? പക്ഷേ സണ്ണി വക്കീൽ അപ്പോഴും വളരെ ക്ലിയർ കട്ടായിട്ടൊരു കാര്യം പറഞ്ഞത്, ഞങ്ങൾക്ക് കട്ട് ഓഫ് ഡേറ്റ്, വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കൊരു കട്ട് ഓഫ് ഡേറ്റ് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അത് വളരെ ക്ലിയറായിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സണ്ണി വക്കീലിന് പറയാൻ സാധിച്ചു. പക്ഷേ എന്നിരുന്നിട്ട് കൂടിയും എത്ര തുക, എത്രത്തോളം തുക എന്ന് പോലും സണ്ണി വക്കീലിന് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പരാജയം തന്നെയാണ്. കാരണം അങ്ങനെ ഒരു തുക പിന്നീട് കാണിക്കേണ്ടി വരും, ജനങ്ങളെ കാണിക്കേണ്ടി വരും. ഇപ്പം പോട്ടെ, ഒരു 50 കോടിയോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 50 കോടിക്കകത്ത് നിൽക്കുന്ന അത്രയും ഒരു തുക കാണിക്കേണ്ടി വരും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി. അപ്പോൾ അങ്ങനെ കാണിക്കാൻ ഒരു തുകയില്ല, അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലയോ നമുക്ക് ആർക്കും ഒരു ധാരണയില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൻ്റെ അധികാര ശ്രേണിയിൽ എങ്ങും എത്തിപ്പെടാതിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വളരെ ക്ലാരിറ്റിയോടുകൂടിയുള്ള ഒരു കണക്കവതരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ വളരെ നല്ല ഒരു പ്രവൃത്തി അല്ലേ? അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കുന്ന ഒന്നായി മാറില്ലേ? എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് സണ്ണി വക്കീൽ അതിന് തയ്യാറാകാതിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഈ പറഞ്ഞല്ലോ അപ്പം 6-7 ഇരട്ടി ചെലവാകും, അപ്പോഴും കൃത്യമായ ഒരു കണക്ക് പറയാൻ കഴിയുന്നില്ല. വസ്തു ഏറ്റെടുത്തു എന്ന് പറയുന്നു. ഈ വസ്തു ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3.25 ഏക്കറാണ്, 3.24 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ഇത്രയും ഭൂമി ഏറ്റെടുത്തതിൽ എത്ര കോടി രൂപയ്ക്കാണ് അത് എടുത്തിരിക്കുന്നത്? ആരുടെ പേരിലാണ്? തൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും പേരിലാണെന്നാണ് ഒരു ഘട്ടത്തിൽ സണ്ണി വക്കീൽ പറഞ്ഞതെങ്കിലും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എവിടെയാണ്? ആ ഡോക്യുമെൻറ്റ്സുമായി ബന്ധപ്പെട്ട് KPCCയുടെ വെബ്സൈറ്റിൽ പോലും, ഇന്ദിരാഭവൻ്റെ വെബ്സൈറ്റിൽ പോലും അതിൻ്റെ എന്തെങ്കിലും ഒരു വിവരം കൊടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ആപ്പ് ഉണ്ടാക്കിയത് അത് പിന്നെ എവിടെയാണെന്ന് പോലും കോൺഗ്രസ്സുകാർക്ക് പോലും അറിയില്ല. അപ്പം ഇങ്ങനെ മൊത്തം അവ്യക്തതയുടെ ഒരു വലിയ കൂടാരം കെട്ടിക്കൊണ്ടാണ് അതിനുള്ളിൽ കോൺഗ്രസ് പാർട്ടി ഇരിക്കുന്നത്. അതും വയനാടിൻ്റെ ഇഷ്യൂവിൽ മാത്രമാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത്. മൊത്തം അവ്യക്തതയുടെ ഒരു ചീട്ടുകൊട്ടാരമാണ്. ആർക്കും ഒരു കണക്കിനെ കുറിച്ചും അറിയില്ല. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി തരാമെന്ന് പറഞ്ഞ ഒരു 100 വീട് എവിടെ? ആ 100 വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ 100 വീട് എവിടം വരെ എത്തി എന്നെങ്കിലും പറയാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കണ്ടേ? കാര്യം ഫെബ്രുവരി മാസം 26-ാം തീയതി, നാളെ ആകുമ്പോൾ ഒരു മാസം തികയാണ് അവിടെ ശിലാന്യാസം എന്ന് പറയുന്നില്ല, അവിടെ ശിലാഫലകം പ്രകാശനം ചെയ്തിട്ട് 1 മാസം തികയുന്നു. ഈ 1 മാസത്തിനകത്ത് എപ്പോഴെങ്കിലും ഈ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വീടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 100 വീട് ഞങ്ങൾ വെച്ചു തരാമെന്ന് പറഞ്ഞതിനകത്ത് എവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ വീട്? നമ്മൾ ആർക്കെങ്കിലും അറിയുമോ? അത് നമ്മൾ ആരെങ്കിലും അതിനെക്കുറിച്ച് കേട്ടിട്ടെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ രാഹുൽ ഗാന്ധി വീട് വെച്ചു തരാമെന്ന് പറഞ്ഞ വീടിനെക്കുറിച്ച് നമുക്ക് മലയാളികളെയോ വയനാടുകാരെ സംബന്ധിച്ചുകൊണ്ട് യാതൊരു വിവരവുമില്ല. അത് കിട്ടുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. കോൺഗ്രസ് പാർട്ടി പണം പിരിച്ചു എന്ന് പറയുന്നു, ആ പണം എത്രയും നമുക്കറിയില്ല.
ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ വീട് കൊടുക്കാമെന്ന് പറയുന്നു. ഏകദേശം 30 വീടുകളെന്നാണ് അവർ പ്രഖ്യാപിച്ചത്. ആകപ്പാടെ കൊടുത്തിരിക്കുന്നത് 1,05,00,000 രൂപ. 30 വീടുകൾ എങ്ങനെ ഈ 1,05,00,000 രൂപയ്ക്കകത്ത് വെക്കും? ഇപ്പം നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 20 ലക്ഷം രൂപ വെച്ചിട്ടാണെങ്കിൽ പോലും അവരുടെ കയ്യിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ആകപ്പാട് 5 വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ മാത്രമാണ്. അപ്പോൾ 100 വീട് അല്ല 30 വീടെന്ന് പറഞ്ഞ് എവിടെ കൊണ്ടിട്ടല്ലേ എങ്ങനെ വെക്കും ഈ 5 കോടിക്കകത്ത്? അത് നടപ്പുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ വെക്കാമെന്ന് പറഞ്ഞ വീടിനെക്കുറിച്ചും ഒരു അവ്യക്തതയുണ്ട്. ഇവിടെ പിന്നെ കോൺഗ്രസ് വെച്ചു കൊടുക്കാമെന്ന് പറയുന്ന വീടിനെക്കുറിച്ചും അവ്യക്തതയുണ്ട്. നമുക്കൊന്നും അറിയില്ല അവിടെ എത്ര വീട് വരുമെന്നോ, എന്ന് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുമെന്നോ. ഇപ്പോട്ടെ, എനിക്ക് ചോദിക്കാനുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഈ 1 മാസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ വെറുതെയെങ്കിലും ഒരു കുറ്റി അടിച്ചിട്ട് ഒരു കല്ല് പോലും, ഒരു വീടിനുള്ള കല്ല് പോലും നിങ്ങൾ അവിടെ സ്ഥാപിക്കാതിരുന്നത്? പോട്ടെ, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം പലിശയ്ക്ക് എടുത്തായിരുന്നെങ്കിൽ തന്നെയും ഇവിടെ 1 ലോഡ് പാറക്കല്ലെങ്കിലും കൊണ്ടുവന്ന് അടിക്കാമായിരുന്നല്ലോ ഒരു വീട് നിർമ്മാണത്തിന് ആവശ്യമായത്. അതും നടന്നിട്ടില്ലല്ലോ. പോട്ടെ, ഒരു JCB കൊണ്ടുവന്നിട്ട് ഈ കുറ്റി അടിച്ചെടുത്തെല്ലാം വാനം തോണ്ടൽ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ആ വീടിൻ്റെ ഫൗണ്ടേഷൻ നിർമ്മാണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടി നടപ്പിലാക്കാത്തത് എന്തുകൊണ്ട്? ഇതൊക്കെ മാറിയെന്ന് പോട്ടെ, നിർമ്മാണം എന്ന് പറയുന്ന ഒരു പിന്നെ ബിൽഡിംഗ് സ്ഥാപനമാണല്ലോ അത് ഏറ്റെടുത്തത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരുന്നത് കോഴിക്കോടുള്ള. അവരുടെ സ്കെച്ചും പ്ലാനുമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വെബ്സൈറ്റിലെങ്കിലും എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചില്ല? വെറുതെയെങ്കിലും ഒരു 3D ചിത്രം എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചില്ല? അങ്ങനെയെങ്കിലും ജനത്തെ കബളിപ്പിക്കാമായിരുന്നല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ വയനാട് പിന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയും അതിൻ്റെ യുവജന സംഘടനയും കേരളത്തിലെ ജനങ്ങളെ ഒന്നാകെ വളരെ മനോഹരമായി പറ്റിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ പരസ്യമായി ഗാഢാലിംഗനം ചെയ്യുന്ന ഒരു നേതാവ് ഇവിടെ ഉണ്ട്, നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ഒരുപക്ഷെ പല സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിയടിച്ച് നടക്കുകയാണ്. നമുക്കറിയാം, പിന്നെ ഇവിടെ നടത്തിയ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയ സമയത്ത് പോലും അദ്ദേഹം നമ്മുടെ രാജ്യത്തില്ലായിരുന്നു. ഇത്ര നിരുത്തരവാദപരമായ ഒരു സമീപനം പുലർത്തുന്ന ഒരു ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് ഈ 100 വീടിൻ്റെ കാര്യം പറഞ്ഞത്. എന്നിട്ട് പറയാണ് കർണാടക സർക്കാർ, ഞങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടാണ് കർണാടക സർക്കാർ വീട് കൊടുത്തതെന്ന്. എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? കർണാടക സർക്കാർ രാഹുൽ ഗാന്ധി പറഞ്ഞ ഉടനെ DK ശിവകുമാറിൻ്റെയോ സിദ്ധരാമയ്യയുടെ കുടുംബത്തിനും എടുത്താണോ വീട് കൊടുക്കുന്നത്? അല്ലല്ലോ. അത് കർണാടക സർക്കാരിൻ്റെ പണമാണെന്നേ കൊടുത്തത്, അല്ല സിദ്ധരാമയ്യയുടെയോ DK ശിവകുമാറിൻ്റെ കുടുംബസ്വത്തൊന്നും അല്ല എടുത്ത് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ ഈ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രം, ഞാനൊരു സിംഗിൾ കാര്യം മാത്രമാണ് പറഞ്ഞത്. അത് മുഖ്യമന്ത്രി ഇത്തരത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഒരു ചെറിയ ഒരു കാര്യത്തിൽ പോലും ഇതിനെ ഒരു വലിയ മാസ് പ്രോജക്റ്റ് ഒന്നും വിളിക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ ഒരു വലിയ വികസന പ്രക്രിയയുടെ ഭാഗമാകാൻ പോകുന്ന ഒന്നുമല്ല ഇത്. ഒരു പക്ഷേ ശ്രദ്ധിക്കപ്പെടാൻ കഴിയുമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആകപ്പാടെ കുറച്ച് വീടുകൾ വെച്ചു കൊടുക്കണം കുറച്ചധികം ആൾക്കാർക്ക്. ആ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും പൂർത്തീകരിക്കാതെ എല്ലാ തരത്തിലും കണക്കുകൾ കൊണ്ടും അവിടെ വ്യക്തതയില്ലായ്മ കൊണ്ടും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ സർക്കാരിൻ്റെ പണം ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ വായിലേക്ക് പോകും എന്നുള്ള കാര്യം വെറുതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.